ഞാൻ ഈ ഒരു തെങ്ങ് ഇതാ, ആ തെങ്ങുമത്തെ ഓലത് കണ്ടില്ല നിങ്ങൾ? കണ്ട ഇനി കെടുക്കണേ, അതിനോട് നിറച്ച് ഉറുമ്പാട്ടാ, നോക്കിട്ടാ ആ കെടുക്കണേ. പിന്നെ അതാ ഓല കച്ചറ നോക്കിട്ടാ, അതാ തെങ്ങിൻ്റെ മുകളിൽ നിറഞ്ഞിരിക്കുകയായിരുന്നു. ഇങ്ങനെ നിറഞ്ഞ് നിന്നെന്താ അറിയോ, നിറച്ച് ഉറുമ്പുണ്ടാവും. ഇങ്ങോട്ടൊക്കെ മാന്തി പൊളിച്ചിട്ടൊക്കെ എൻ്റെ കയ്യെ കാണിച്ചത്. എവിടെ ഇപ്പം നിങ്ങൾക്ക് കാണിക്കുക, കാണാണ്ട് നിങ്ങൾക്ക് കാണൂലല്ലേ? ഇവിടൊക്കെ ഇതാ ഉറുമ്പ് കടിച്ചിട്ടേ, ഈ പണ്ടാറ ഉറുമ്പ് കടിച്ചാൽ സഹിക്കാൻ പറ്റണില്ല വേദന കൊണ്ട്. മറ്റേ വേറൊരു തെങ്ങിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റണില്ല. എന്നിട്ട് എവിടെ നിന്നാണ് പോയി ഉറുമ്പ്? ഇപ്പം നിങ്ങൾ ഈ പഞ്ചസാര കൊടുത്തിട്ടാണേ, അതാണ് ഈ തെങ്ങിൻ്റെ മുകളിൽ വന്നിട്ട് നിറഞ്ഞ്. ഞാൻ മാത്രമല്ല, എത്ര തെങ്ങേറ്റക്കാരും ഈ മരത്തിൻ്റെ മുകളിൽ പണിയെടുക്കണവരൊക്കെ ഉണ്ടല്ലോ, പുഴുണ്ടല്ലോ, ഒരുത്തരം പുഴു ആ മേത്തൊന്നാകല്ല. അതൊക്കെ ചില സമയത്ത് ഓരോരുത്തരം മേത്ത് കടിക്കുക. ഇതിൻ്റെ മുകളൊക്കെ ഉണ്ടാവും, നമ്മളറിയില്ല. അങ്ങോട്ട് ചൊറിഞ്ഞ് മാന്തിയിട്ട് പടച്ചവനോടെ അടുക്കണൊക്കെ എപ്പോഴാണ് അറിയോ? ഇങ്ങനെയുള്ള പണിക്കാരാണ്. സത്യം പറയട്ടാ, ഇങ്ങനെയുള്ള പണിക്കാർ, കൈവണ്ടി ഉന്തുന്ന ആൾക്കാർ, അങ്ങനെ വളരെ പ്രയാസപ്പെട്ട ആൾക്കാരുണ്ടാവില്ല. പുറത്തൊരാളോടും പറയാതെ ഉള്ളിൻ്റെ അകത്തിങ്ങനെ വെച്ചിട്ട് റബ്ബിനോട് ഇങ്ങനെ അടുക്കണുണ്ട്. അതാണ് അവർക്ക് അള്ളാഹിൻ്റെ റസൂലിനെയും കാണാൻ കഴിയും. നിങ്ങൾക്ക് കാണാൻ കഴിയൂല, നിങ്ങൾക്ക് കാണാൻ കഴിയൂല. അള്ളാഹുവിനെ റസൂലിനെയും കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കഷ്ടപ്പെട്ടിട്ട് അധ്വാനിച്ചിട്ട് വേർത്തിട്ട് പഴയ ആൾക്കാരൊക്കെ ഉണ്ട്, കന്ന് പൂട്ടിയിട്ടും കുഞ്ചപ്പണി എടുത്തിട്ടും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അള്ളാഹിനെ റസൂലിനെ കണ്ടുമുട്ടുന്നുണ്ട്. പക്ഷെ ആരും അറിയില്ല, പറയൂല. പറഞ്ഞാൽ മറ്റുള്ളവർ പൊട്ടിച്ചിരിക്കുക ചെയ്യുക. കാരണം അല്ലെങ്കിൽ തന്നെ സുഖമില്ലാന്ന് പറയില്ല. ഇങ്ങനെയാണ് ഈ സുഖമില്ലാതാവണേ. അള്ളാഹിനെ കാണുമ്പോഴാണ്, റസൂലിനെയും കാണുമ്പോഴാണ് ഒരു മനുഷ്യൻ രോഗിയായി മാറുന്നത്. ചിലർ, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, രോഗം എന്ന് വെച്ചാൽ, മാനസിക രോഗം എന്ന് വെച്ചാൽ പല തരത്തിലും ഉണ്ടെന്ന്. അത് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളിപ്പോൾ എത്ര ഖുർആൻ ഓതിക്കോളി, എത്ര ഇബാദത്ത് എടുത്തോളി, ദിക്ർ ചൊല്ലിക്കോളി, പക്ഷേ എന്താണ്, കുറച്ചൊക്കെ ഇതേമാരൊക്കെ ഒന്ന് പണിയെടുത്തിട്ട് ഇങ്ങനെ അതുകൊണ്ട് വേന സഹിച്ചേക്കാണ്. കുറമ്പ കണ്ടമാനം പൈസ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുത്തിരിക്കണ്ടല്ലോ, സ്വർഗം കാണാമെന്ന്. അവിടെ ചെല്ലി നിങ്ങൾ റബ്ബിൻ്റെ അടുത്തേക്ക്. ഉണ്ടാക്കിയവരൊക്കെ കണ്ട് ചെല്ലി വേഗം. കുറച്ചൊക്കെ ഒന്ന് മനുഷ്യന്മാരായ പരസ്പരമൊക്കെ ഒന്ന് എല്ലാം ചെയ്യണം. കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എം എ യൂസുഫ് അലി സാറ്, അതുപോലെ എന്താണ് അയാൾ ചാടി കളിക്കുന്ന ഒരാളുണ്ടല്ലോ, എന്താ അയാളെ പേര്, അവരൊക്കെ പടച്ചോനെ കണ്ടുമുട്ടുന്ന ആൾക്കാരാണ്, ഒക്കെ റബ്ബിനെ അടുക്കുന്ന ആൾക്കാരാണ്. പക്ഷേ എന്താണ്, ഞാൻ എന്താ ഇപ്പം ഇങ്ങോട്ട് പറയുക, ജീവിതം ഓരോന്ന്. ഞാൻ അങ്ങനെ ഒരാൾ കൈവണ്ടി ഉന്തിന് കണ്ടാൽ ഓടിച്ചൊല്ലും, എന്നിട്ട് ഓനക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഈ എന്താ അറിയോ, അതിൻ്റെയൊക്കെ വേദന എന്താണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനൊരു പണിക്കാരനല്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ ഇവിടെ മറ്റുള്ളവൻ്റെ കയ്യിൽ പണിയെടുത്ത് ജീവിക്കുകയെന്ന്. അത് നിങ്ങൾ ആരും കരുതണ്ട, ഞാൻ ആരാന്നുള്ളതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ ഒരാളെ കയ്യിൽ പണിയെടുക്കാൻ പോകുന്ന ഒരാളല്ല. എനിക്കിവിടെ ഇന്നിനും കുറവില്ല എന്ന് ഞങ്ങളോട് പറയുന്നുണ്ടല്ലോ. 5-8 കടയുണ്ട് എനിക്ക്, ഇവിടെ എൻ്റെ നാട്ടിലുണ്ട്. പക്ഷെ അങ്ങനെ ആ പൈസ കിട്ടിയിട്ട് രസമില്ല. നമ്മൾ ആ പൈസ അങ്ങനെ കിട്ടിയിട്ട് വാങ്ങി നക്കിയിട്ടേ അതിൻ്റെ സുഖം കിട്ടൂല. അപ്പോൾ പടച്ചവനോട് ദുആ ചെയ്താലും കിട്ടൂല. നമ്മൾ എന്ത് പ്രതിഫലം, നമ്മളിങ്ങനെ അധ്വാനിച്ചിട്ട് പാടത്തും പറമ്പിലൊക്കെ ഓരോരുത്തരുണ്ടല്ലോ, പഴയ ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കന്നുകൂട്ടണമൊക്കെ എന്താ രസം തരാം. എന്നിട്ട് അവരെ കണ്ട് ദുആ ചെയ്താൽ ഇങ്ങനെ ദുആക്ക് എന്ത് രസം തരാം. മലക്കൾ ഇങ്ങനെ വരണതാണ്. കാരണം ആ വെയിലത്തൊക്കെ പണിയെടുത്തിട്ട് എന്നിട്ടാണ് അവർ കുടുംബം കഴിയുന്നത്. അങ്ങനത്തെ ആൾക്കാരോടൊക്കെ ഒന്ന് ദുആ ചെയ്യാൻ പറഞ്ഞേക്കാണ്. ശരിക്കും നിങ്ങളെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ തീരും. ഞാൻ സത്യം പറയാം. ഉസ്താദുമാർ, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഉസ്താദുമാരെ കുറ്റം പറയില്ല. ഉസ്താദുമാർ നല്ല ആൾക്കാരാണ്, നല്ല മനുഷ്യന്മാരാണ്, അവർക്ക് റബ്ബിനോട് അടുത്തുമുട്ടുന്ന ആൾക്കാരാണ്. പക്ഷേ മനസ്സ് നന്നാക്കി വെച്ചാൽ മതി. ഉള്ളിൽ കറി പാകാൻ പാടില്ല. പെങ്ങന്മാരായിട്ട് തെറ്റി നടക്കുക, ജ്യേഷ്ഠന്മാരായിട്ട് തെറ്റി നടക്കുക, മുതലിൻ്റെ പിന്നാലെ വല്ലാതെ പിടിച്ചടക്കുക, കുടുംബങ്ങൾ പിരിതൊന്നും ചെയ്യാൻ നിൽക്കണ്ടട്ട. ഇതൊക്കെ ചെയ്താൽ ഇവിടെ തന്നെ ഉണ്ടാവുള്ളൂ. റബ്ബിൻ്റെ അടുത്ത് കാണിച്ച് വന്നാൽ നിങ്ങൾ നിസ്കരിച്ചത് ഈ ഭാഗത്തെടുത്തൊക്കെ വെറുതാവും, വെള്ളത്തിൽ വളിയിട്ട പോലെ ഉണ്ടാവും. ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും അവിടെ ചെല്ലി റബ്ബിൻ്റെ അടുത്തേക്ക്, എന്നിട്ട് റബ്ബ് ചോദിക്കും, ഒന്നും അറിയാത്ത ചെക്കൻ ഇങ്ങനെ കുറേ പ്രസംഗിച്ചിരുന്നേ, ആരൊക്കെ കേട്ടെന്ന് വെച്ചാൽ നിങ്ങൾ വേഗം പറഞ്ഞാൽ ഞാനാ കേട്ട്, സ്വർഗ്ഗം ഉണ്ടെങ്കിൽ തന്നാളി ഇറച്ചും പത്തിരിന്ന് അവിടെ ചെല്ലുവേ. കാരണം നിങ്ങളൊക്കെ അല്ല മദ്രസും ഖുർആൻ, പരിശുദ്ധ ഖുർആൻ, അള്ളാഹിൻ്റെ കലാമൊക്കെ എടുത്ത് ഓടിയ ആൾക്കാർ. ഓതാത്തവനും അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റബ്ബിനോട് ചോദിക്കുക, അള്ളാഹിൻ്റെ റസൂലിനോട് ഞാൻ ചോദിക്കണ്ടേ, എൻ്റെ റസൂലെ നിങ്ങളൊന്ന് കാണാൻ പറ്റുമെന്ന്, എങ്ങനെയാണ് നിങ്ങൾക്ക് അറിവ് കിട്ടിയതെന്ന് ഞാൻ എപ്പോഴും ചോദിക്കണേ റബ്ബിനോട്. ആരാണ് നിങ്ങളെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത്, ഏത് മലക്കാണ് കടന്നു വന്നത്, ആ മലക്കിനൊന്ന് പറഞ്ഞു വിടാൻ പറ്റുമെന്ന്. പക്ഷെ അതൊക്കെയാണ് ഞാൻ റബ്ബിനോട് ചോദിക്കണത്. എന്നോട് ഞാൻ ഇരുന്ന് കരയായിരുന്നിട്ട്. അപ്പോഴാണ് പടച്ചോനെ കാണുമ്പോൾ അള്ളാഹിനെ അങ്ങനെ കാണുമ്പോണ്ടല്ലോ ഉള്ളിൽ. അപ്പോൾ നമ്മൾ ചെത്തി ചെയ്യരുത്. സെക്കൻഡ് പ്രകാരം നമ്മൾ ഹൃദയം നന്നാക്കി വെച്ചാൽ റബ്ബിനോട് ഇങ്ങനെ അടുത്ത ശരിക്കും നമ്മളെ ഹൃദയത്തേക്ക് ആരോ കടന്നു വരുന്ന പോലെ തോന്നും. ചെറ്റത്രം ചെയ്തിട്ട്
നമ്മൾ നടന്നാൽ നമുക്ക് ദുആക്ക് പ്രതിഫലം ഉണ്ടാവില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് ഈ ഉറുമ്പ് കടിക്കുമ്പോഴും മറ്റേ അടിക്കുമ്പോൾ അങ്ങനെ സഹിക്കുമ്പോഴാണ് ഞാൻ ഓരോന്ന് വിടുന്നത്. അല്ലാതെ വേറെ മനസ്സിലിരിക്കണില്ലേ, എല്ലാം തുറന്ന് പറയണം. ഇത് 2 തട്ടുള്ള ബസ്സാണ് ഇൻഷാ അല്ലാഹ്.